ഋതിക മാഡം, മാഡം കൂടുതൽ സംസാരിക്കണ്ട. അമ്മയ്ക്ക് ചിലപ്പോ പനി കാണും. മാഡം വന്ന് പൂക്കളിട്. പൂക്കളിടാൻ ഞാനും കൂടട്ടെ രാജു? ആർക്ക് വേണമെങ്കിലും ഇടാം. അത് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോ അതൊന്ന് പെട്ടെന്ന് തീർത്തേ. പ്രിയ ചേച്ചിയും വാ. ഋതിക, ഋതിക ഇരിക്കെ. അപ്പോ അതെടുത്ത് കൊടുക്ക. അമ്മേ, പതുക്കെ പതുക്കെ ഇങ്ങനെ അകറ്റി മാറ്റിയാ മതി. പല പ്രാവശ്യമാകുമ്പോ പിന്നെ വരില്ല. എന്തിനാ രമ്യ വിളിച്ചത്? വെറുതെ വഴക്കുണ്ടാക്കാനാണോ? നല്ലൊരു ഓണക്കാല, വെറുതെ വഴക്കിനൊന്നും ഞാനില്ല. ഞാൻ നിന്നെ വഴക്കിടാനൊന്നും വിളിച്ചതല്ല. ഓ, എനിക്ക് അതിനൊന്നും നേരവും ഇല്ല. പക്ഷേ എനിക്ക് നിന്നോടെ വേറൊരു കാര്യം പറയാനുണ്ട്. രാധമ്മ എന്നോടൊപ്പം ചേർക്കുമെന്നേ ഞാൻ നിന്നോടൊരിക്കൽ പറഞ്ഞിരുന്നു. അത് നീ മറന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലേ നീ ഇത് കേട്ടോ, രാധമ്മ ഇപ്പോഴേ എന്നോടൊപ്പം. ഞാൻ പറയുന്നതേ അവര് കേക്കൂ. ഇനി ആ വേണുവെങ്കിലിനെയും കൂടി ഞാൻ എന്നോടൊപ്പം ചേർക്കും. അപ്പോഴോ? അപ്പോ നിന്റെ അഹങ്കാരം തീരും. ഋതികേ, നിനക്ക് ഈ രമ്യ ശരിക്കും അറിയാൻ പാടില്ലഞ്ഞിട്ടാ. നിന്റെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കരിഞ്ഞുപോയി. ആ രാധമ്മയുണ്ടല്ലോ ഇപ്പോ ഞങ്ങളോടൊപ്പം. രമ്യേ, ഒന്നിങ്ങോട്ട് വരുവോ? അതെ രമ്യേ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ? നീ ഒന്നിങ്ങ വന്നേ.